ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് തെള്ളീനെ കിട്ടിയേ. നല്ല പിടയ്ക്കുന്ന ചാള എന്നൊക്കെ പറഞ്ഞാൽ നല്ല പിടയ്ക്കുന്ന തെള്ളിയാണ്. കണ്ടോ ഏട്ടൻ്റെ കയ്യിലിരിക്കുന്നത്. ഇവനെ കണ്ടപ്പോൾ തന്നെ കൃഷിക്കൊണ്ട് ഭയങ്കര നിർബന്ധം. അവന് കളിക്കാൻ വേണ്ടത്. പിന്നെ രണ്ടെണ്ണത്തിനെ അവനും കളിക്കാൻ എടുത്തു കൊടുത്തു. ബാക്കിയുള്ളതിനെ കൊണ്ടൊന്ന് ചിറ്റ ക്ലീൻ ചെയ്യുക. അതിൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞ് ക്ലീനാക്കി. അതിനകത്തും കൈയിട്ട് വരാൻ കൃഷിക്കൂട്ടം വന്ന് തന്നേക്ക് 2-3 എടുത്ത് ക്ലീനൊക്കെ ചെയ്തു കേട്ടോ പുള്ളിക്കാരൻ. പിന്നെ ഒരു വരാലുണ്ടായിരുന്നു. അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തലയും വാലുമൊക്കെ കളഞ്ഞ് അതിൻ്റെ ചെതുമ്പലൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ടാണ് പിന്നെ ബാക്കി തോട്ടി കൊണ്ടുപോയി അതിനെ ക്ലീൻ ചെയ്യുവേ. തലയും വാലുമൊക്കെ കളഞ്ഞ് വെച്ച തെള്ളിയുടെ തൊണ്ടൊക്കെ ഇങ്ങനെ പൊളിച്ച് കളയുക. എന്നിട്ട് ബാക്കി ക്ലീൻ ചെയ്തു ഇങ്ങനെ തൊണ്ടൊക്കെ പൊളിച്ചൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കും. എന്നിട്ട് അതിനെ കഴുകിയെടുക്കുന്നത്. പിന്നെ വരാലിനെ കല്ലിലിട്ട് തേച്ച് അതിൻ്റെ പുറത്തെ ചെളിയൊക്കെ കളഞ്ഞ് അതിന് നല്ല സുന്ദരക്കുട്ടപ്പനാക്കും. നേരത്തെ അതിൻ്റെ തൊലി കുറച്ച് ചെത്തി കളഞ്ഞ് ചെതുമ്പടി ചെത്തി കളഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് വെച്ചിട്ട് പറയുന്നത്. നമ്മുടെ കടമാണ്, ഇവിടെ കൊണ്ടുവച്ചാൽ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുക്കളയിൽ കൊണ്ടുപോയി നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയെടുക്കും. ഇതാകുമ്പോൾ ഈ മിച്ചം വരുന്ന ഈ കാക്കയ്ക്കും ഈ തോട്ടിലെ മീനുമൊക്കെ തന്നെ അങ്ങ് കഴിക്കാമല്ലോ, ഒന്നും വേസ്റ്റ് ആകുന്നില്ലല്ലോ. പിന്നെ ഇതിന് വറക്കാൻ വേണ്ടിയുള്ള അരപ്പൊക്കെ ഉണ്ടാക്കുവാണേ. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തെള്ളിയെ പുരട്ടി വെച്ചിട്ട് എടുത്ത് എണ്ണയിലിട്ട് വറുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ.